ഗൈസ്, മുഖ്യമന്ത്രിയുടെ മകൻ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. അതാരോ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ആ വീഡിയോ പിടിച്ചു വാങ്ങി ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി, എന്തായിരിക്കാം മുഖ്യമന്ത്രിയുടെ മകന് ക്ഷേത്ര ദർശനം നടത്തിയവിടെ, എന്താണ് ഇതിൽ തെറ്റ് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് തലപ്പത്തുള്ള ആളുകൾ മതപരമായ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള ഒരു ആളുടെ മകൻ ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആളുകൾ അത് ചർച്ചയാക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ആളുകളുടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആളുകളെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണോ നമ്മളിന്ന് ജീവിക്കുന്നത് നമ്മൾ സംശയിക്കുക. മതപരമായ ആചാരങ്ങൾ മുഖ്യമന്ത്രിയുടെ മകനാണ് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ല എന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളിടത്ത് പോകാം. പക്ഷേ ഇതിലെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, കമ്മ്യൂണിസത്തിൻ്റെ ഭൂരിഭാഗം അണികളും നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോൾ നേതാക്കന്മാരുടെ മക്കൾ അതിനെതിരായി ചെയ്യുന്നു. അപ്പോൾ അത് ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇവിടെ യുദ്ധം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണോ സിന്ദാബാദ് വിളിക്കുന്നത്, അവരൊന്നും തന്നെ ഈ വിളിക്കുന്നവരെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല, അവരുടെ മനസ്സിൽ പോലുമില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്. അപ്പോൾ എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മൾ ഒന്നിൻ്റെയും അടിമകളാകാതിരിക്കുക. നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ഇലക്ഷൻ. ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ നിന്ന് ഒരു പാർട്ടിയുടെ വക്താവായ ആളുകൾ തൊട്ടടുത്ത പാർട്ടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എതിർ ചേരിയിലേക്ക് പോകുന്നു. എതിർ ചേരിയിലുള്ളവർ തിരിച്ചു വരുന്നു. അപ്പോൾ അതുവരെ അവർ പറഞ്ഞതിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇത് കേട്ട് അടി കൂടാൻ പോയവർ, ഇത് കേട്ടിട്ട് വെട്ടാനും കുത്താനും പോയവർ, അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്താണ്? കൊലപാതകം നടത്തിയ ആളുകളുമായിട്ട് പോലും സന്ധിയാവുന്നു. ഇതിന് ഇരയായവരുടെ പാർട്ടി അവരുമായിട്ട് രാജിയാവുന്നു, സന്ധിയാവുന്നു, അവരുടെ കൂടെ കൂടാൻ തയ്യാറാവുന്നു. അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പോയി എന്നല്ലാതെ എന്താണ് ഇവരെ സംഭവിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച്, നമ്മുടെ മനസ്സ് പറയുന്നതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളുടെ അടിമയാവാതിരിക്കാൻ ശ്രമിക്കുക. ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടിയുടെ അടിമയാവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത്തരം ചർച്ചകൾ, സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്നവർ ഒരുപാടുണ്ടാവാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ആ ചർച്ചകൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിങ്ങനെയാണ്, നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഗൈസ്, ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി അതല്ല, അവരതിന് വിപരീതമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ഒരു പാർട്ടി അണികളോടൊരു കാര്യം പറയുക, പാർട്ടി ആ പറയുന്ന ആൾക്കാർ, നേതാക്കന്മാർ അതിന് വിരുദ്ധമായി ചെയ്യുക, അങ്ങനെയാണോ നടക്കുന്നത് എങ്കിൽ അത് നമ്മളാണ് വിലയിരുത്തേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടത്. ആരും ആരുടെയും അടിമകളല്ല. 1947 കിട്ടിയ സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിയതാണ്. ഒരാളും മറ്റൊരാളേക്കാൾ മഹത്തരക്കാരനല്ല, മഹത്വമുള്ളവരല്ല. എല്ലാവരിലും മഹത്വമുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, സീ യു. ജയ് ഹിന്ദ്.